ഡെലിവറി ബോയ്സ് എന്താണെന്നുള്ള റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിയലായിട്ട് ഞാനിന്ന് കാണിച്ചു തരാം. രാവിലെ 7 മണിക്കാണ് ഞാൻ ഓടാൻ ഇറങ്ങുന്നത്. അതും എനിക്ക് നിലവിൽ ഇഷ്ടപ്പെട്ട എൻ്റെ സ്പ്ലെൻഡറും കൊണ്ട്. ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കിലോമീറ്റർ. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കാണ് നമ്മുടെ യാത്ര, അതായത് പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക്. സ്പ്ലെൻഡർ എടുത്തതിൽ പിന്നെ ഞാൻ ഒരിക്കൽ പോലും എണ്ണയിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. ഫുൾ ടാങ്ക് അടിക്കും. വീട്ടിൽ നിന്ന് കറക്റ്റ് 34 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂരിലേക്ക്. ഓണാക്കിയ പാടെ ഓർഡർ അടിച്ചു. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന കാര്യം ഇതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പോകുന്ന വഴികളിൽ എന്തുണ്ടാവും എന്നറിയാത്തതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു. കിട്ടുന്ന ഓർഡറുകളൊക്കെ സന്തോഷമായിട്ട് ഡെലിവറി ചെയ്ത് പോണതിൻ്റെ ഇടയിലാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഈ ഓർഡർ എടുത്ത റെസ്റ്റോറൻറ്റിന് മുമ്പിൽ തന്നെ ഞാൻ ഡെലിവറി മാർക്ക് ചെയ്തു. അതായത് 550 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് സാരം. 12 കിലോമീറ്റർ ഓടാൻ ആകെ കിട്ടുന്നതിൽ 70 രൂപയാണ്. വെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ പാലക്കാടിനേക്കാളും ചൂട് തൃശ്ശൂർ കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരും. പിന്നെ 7 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഇതൊക്കെ ഒരു ശീലമായി. 11 കിലോമീറ്ററിന് ആകെ കിട്ടിയത് 61 രൂപ. സർച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓടിയിട്ട് കാര്യമുള്ളൂ. വൈകിട്ട് 5:30 ആകുമ്പോഴേക്കും ഇൻസെന്റീവ് കംപ്ലീറ്റ് ആയി. സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് കിട്ടേണ്ട ഓർഡറാണ് ഇതൊക്കെ. ഏതൊരു മുതലാളിമാരും പണിക്കാരൻ നന്നാക്കാനല്ലേ ഇരിക്കണത് എന്നുള്ള തെളിവാണിത്. 7 മണിക്ക് സർജ് ഓണാവണതിന് 6:50 എനിക്ക് ഓർഡർ തന്ന അരമണിക്കൂറിന് മുകളിൽ പോസ്റ്റ് ആക്കി ഇരുത്തി. കുറച്ച് മാസങ്ങൾ പിന്നിലേക്ക് ആലോചിക്കുമ്പോൾ 1 ലക്ഷം രൂപന്റെ ചലഞ്ച് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തതെന്ന് തന്നെ എനിക്കറിയുന്നില്ല. രാത്രി 10:19 ഞാൻ ഓട്ടം നിർത്തി. തിരിച്ച് വീണ്ടും 34 കിലോമീറ്റർ വീട്ടിലേക്ക്. വടക്കഞ്ചേരിയിൽ ഇപ്പോൾ സൊമാറ്റോ ഉള്ളതുകൊണ്ട് ഞാൻ തൃശ്ശൂർ വന്ന് ഓടാറില്ല. 330 കിലോമീറ്റർ വണ്ടി ഓടിച്ചെന്ന്. സർജ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം 2175 രൂപ കിട്ടി. 600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.